നിങ്ങൾക്കല്ലേ ഞാൻ പറയുന്നില്ല, മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലം ഒരു കൊടിമരം കൊണ്ടുവന്ന് കയറ്റീന്. എന്നിട്ട് ഇങ്ങനെ ചുറ്റും കുറെ ആൾക്കാർ, വേറെ കുറെ ആൾക്കാരുണ്ട്, ഒരു പൈസ ഇടുന്ന കൊടിമരം വേറെ ഉണ്ട്. ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ചൂഷണമാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. അങ്ങനെ ഈ കൊടിമരം ചുറ്റുക, എന്നിട്ട് ഒരുത്തം പ്രസംഗിക്കുക, സഭാമറുവിന്റെ ഇടയിൽ നടന്ന പോലെ ഇവിടെ നടന്നാല്. അപ്പൊ നോക്കുമ്പോ അത് പറഞ്ഞപ്പോ പറയാണ്, ഇന്നിന്ന തങ്ങന്മാരും മൂല്യന്മാരൊക്കെ എഴുതിയ ബുക്കുണ്ട് ഈ കൊടിമരത്തിന്റെ ബഹുമാനം. ഏത് തങ്ങൾ എഴുതിയാലും ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അതാ അർബഈൻ നബിയുടെ ശറഹിൽ പറഞ്ഞതാ, അതൊക്കെ അന്ധവിശ്വാസമാണ്, അനാചാരമാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. ഇന്ന് ഒരുത്തന്റെ ക്ലിപ്പ് കേട്ടു. ഒരു തൊപ്പിയുണ്ട്, ഒരു നല്ല ഒല്ലിങ്ങനെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം വായിക്കുകയാണ്, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് എന്താ അറിയോ? 1000 റുപ്യ നേർച്ചയാക്കിയിട്ട് പരീക്ഷയെ തോറ്റുവല്ലോ. അപ്പൊ ഇയാൾ പറയാണ്, അതെ, തീരെ പഠിക്കാത്ത കുട്ടികൾ 1000 നേർച്ചയാക്കി പോലെ 1,00,000 നേർച്ചയാക്കണം, എന്നാലേ ജയിക്കുള്ളൂ. തീരെ പഠിക്കാത്തവന് 1,00,000 നേർച്ചയാക്കി. കണ്ണൂരിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറി കുത്തിരിഞ്ഞിട്ട് കൊച്ചിയിലെത്തിക്കണേ എന്ന് പറഞ്ഞ് ദ്വാരക്ക് ഉത്തരണ്ടാവും. അത് കൊച്ചിയിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറിയിട്ടല്ലേ ദ്വാരക്കണ്ട് കൊച്ചിയിലെത്തിക്കണേ. ഇവർ ഒന്നും പഠിക്കാതെ നിന്നിട്ട് 1,00,000 നേർച്ചയാക്കിയാൽ ജയിക്കുമോ? അത് ജയിക്കൂല. കാരണങ്ങളുമായി ബന്ധപ്പെടണം. അത് 2 കാരണവുമായിട്ടും ബന്ധപ്പെടണം. അല്ലാതെ സുബ്ഹാനല്ലാഹ് ഉസ്താദേ ദ്വാരക്കണം, മക്കളില്ല. ദ്വാരക്ക കല്യാണം കഴിച്ചിട്ട് എത്രയായി? കല്യാണം കഴിച്ചിട്ടില്ല. ദ്വാരന്നാ മക്കളെ കിട്ടുമോ? ഓ സുഹൃത്തുക്കളെ, ഇയാൾ പറയാണ് 1,00,000 നേർച്ചയാക്കണോ തീരെ പഠിക്കാത്തവനെ. ആള് ഇസ്ലാമും ഈമാനും ബാക്കി ഉണ്ടാവോ? ഇങ്ങനത്തെ ചില തലയെക്കെട്ടുകാരും തൊപ്പിക്കാരും, ഞാൻ എല്ലാരും അല്ല കേട്ടോ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, വേറൊരു ആള് നല്ലൊരു തലയെക്കെട്ട്, നല്ലൊരു നീളക്കുപ്പായം, എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് വേറൊരുത്തന്നെ നശിപ്പിക്കണോ? നിങ്ങൾ ബാളെടുക്കണ്ട, കുന്തെടുക്കണ്ട, ഇങ്ങനെ കൈകൊണ്ട് മൂപ്പര് യാതൊരു ജലാരി വല്ലിക്രാം തന്നെ അപ്പുറം നശിച്ചു പോകും. കത്തിയില്ലാതെ കഠാരയില്ലാതെ ശത്രുവിനെ പീസാക്കണോ? എളുപ്പ വഴി ഇതാ, ഈ ഇടത് കൈ ഇങ്ങനെ വെക്കുക, വലത് കൈ ഒരു പിച്ചാത്തിയായിട്ട് കരുതുക, ഒരു കത്തി ഇങ്ങനെ അങ്ങോട്ട് ഒരയ്ക്കുക, ഇങ്ങനെ അങ്ങോട്ട് ഒരയ്ക്കുക. ഒരച്ചിട്ട് യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, അടി പടപടാവനിക്ക് കൊള്ളും. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ ഓരോ സംഗതികൾ പറഞ്ഞിട്ട് ഉള്ള ഈമാൻ നശിപ്പിക്കുന്നു. യുക്തിവാദികൾ ഉണ്ടാക്കുന്നു, നിരീശ്വരവാദികൾ ഉണ്ടാക്കുന്നു, മതവിരോധികൾ ഉണ്ടാക്കുന്നു. എന്തൊരു സങ്കടമാണിത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇസ്ലാമിന്റെ ആശയം ശരിക്കും പഠിച്ചിട്ട് പറയണം. അറിയാത്ത മിണ്ടത് അള്ളാന്റെ റസൂല് പറഞ്ഞതാ. എന്ത് ഖിയാമത്ത് നാളാകുമ്പോ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, കുറെ ജാഹിലീങ്ങൾ നേതാക്കളായിട്ട് വരും. ഫസുയിലു, അവരോട് ചോദിക്കപ്പെടും. ഫാഫ്തൗ, അവർ ഓരോന്നിനും മറുപടി പറയും. ഫദല്ലു, അവര് പിഴക്കും. ഫഅദല്ലു, വേറെ പലരെയും പിഴപ്പിക്കും. ഈ ആഖിർ സമാനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞതാ. അങ്ങനത്തെ ഒരു കാലം. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് 40 പ്രഗത്ഭരായ ആലിമീങ്ങളാണ്. ആ 40 ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾ പഠിപ്പിക്കുന്ന ആശയം അത് യഥാർത്ഥ സുന്നത്ത് ജമാഅത്താണ്. ആരെങ്കിലും എവിടെങ്കിലും ഇരുന്ന് പറയുന്നതൊന്നും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളരുത്. ആ ആലിമീങ്ങൾ പറയുന്നതനുസരിച്ച് പറയുന്ന ആലിമീങ്ങൾ, അവരെ പിന്തുടരണം. 40 ആലിമീങ്ങൾ പിന്തുടരുന്നത് ആരെയാ? 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെയാണ്. ഇമാം അശ്ശരി, ഇമാം മാതുരിദി തുടങ്ങിയ 2 മഹാപണ്ഡിതന്മാർ വിശ്വാസകാര്യം പഠിപ്പിച്ചവരാ. അവര് പിന്തുടരുന്നത് ആരെയാ? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെയാണ്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെയുള്ള ഇമാമിങ്ങളെ പിന്തുടരുന്ന ആളുകൾ അവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അവരെ കിതാബുകളിലുള്ളതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പറയുന്നത്. അതിനപ്പുറം പുതിയ പുതിയ കുറെ തലയെക്കെട്ടും, കുറെ എല്ലാവർക്കും കിട്ടൂലേ നിങ്ങളെ എല്ലാവർക്കും കിട്ടൂലേ തലയെക്കെട്ട്. സുബ്ഹാനല്ലാഹ്, മുജാഹിദിന്റെ പോലെ നല്ല 1-ാം നമ്പർ തലയെക്കെട്ട്. എന്തിന്? ഇവന്റെ ഈ വിഷം പ്രചരിപ്പിക്കാൻ വേണ്ടി, അതേപോലെ പണം പിടുങ്ങാൻ വേണ്ടി കുറെ ആൾക്കാർ. ഇതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്, ചൂഷണത്തിന് പെട്ടുപോകരുത്. നമ്മൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിലാണ്. ഞാൻ പറഞ്ഞില്ലേ, 7 മക്കൾ എന്റേത് പ്രസവിച്ചത് ആശുപത്രിയിൽ നിന്ന്. ജനങ്ങളെ ധാരണ എന്താണെന്നറിയോ? ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചാൽ ഭയങ്കര തെറ്റാന്നാ സുന്നികളെ വിശ്വാസം. അങ്ങനെയൊന്നല്ല. ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ആശുപത്രിയിൽ നിന്നും പ്രസവത്തിന് ബുദ്ധിമുട്ടിയപ്പോ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഖുർആനിലെ ആയത്തിന്റെ ബഹുമാനം നിഷേധിക്കരുത്. അത് എഴുതി കൊടുത്തിട്ടുണ്ട്. എഴുതി കൊടുത്തപ്പോ പ്രസവിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ ഖുർആന് ഫലമുണ്ട്, അത് നിഷേധിക്കാൻ പാടില്ല. അതുപോലെ ദിക്റിന് ഫലമുണ്ട്, അത് നിഷേധിക്കാൻ പാടില്ല. സ്വലാത്തിന് ഫലമുണ്ട്, അത് നിഷേധിക്കാൻ പാടില്ല.
നമ്മൾ അല്ലാഹു തആല നന്മയുടെ നിമിത്തങ്ങളായി വെച്ച മുഴുവൻ വിഷയത്തിന്റെയും ബഹുമാനം അംഗീകരിക്കണം. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. തട്ടിപ്പും വെട്ടിപ്പിലൊന്നും ആരും പെട്ടുപോകരുത്. അല്ലാഹു തആല ശരിയായ ഹഖായ ദീൻ പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.